ആദർശ ഗുണങ്ങളുള്ള വീരകഥാപാത്രങ്ങളുടെ മോഹൻലാലിന്റെ അഭിനിവേശം എല്ലാവർക്കും അറിയാം. 1986 പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയതിനു ശേഷം നടൻ ഒരിക്കലും വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും തന്റെ കരിയറിന്റെ തുടക്കത്തിൽ മോചനത്തിനോ സഹാനുഭൂതിക്കോ ഇടമില്ലാത്ത നിരവധി നെഗറ്റീവ് വേഷങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ ക്രൂരനും അടിച്ചമർത്തുന്നതിനുമായ ഒരു ഭർത്താവിന്റെ വേഷത്തിലാണ് എത്തുന്നത്. സിനിമ തുടങ്ങി ഏകദേശം 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗുഡ് ഈവനിങ് മിസിസ് പ്രഭ നരേന്ദ്രൻ എന്ന ഐക്കോണിക് ഡയലോഗിലൂടെ നടൻ തന്റെ രംഗപ്രവേശനം ഒരുക്കുന്നത്. പ്രഭ അവിവാഹിതയാണെന്ന പ്രേം കിഷന്റെ വിശ്വാസത്തെയും പ്രേക്ഷകരെയും ഇത് തകർക്കുന്നു. ഒരു ഔപചാരിക അഭിസംബോധന എന്നതിലുപരി മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവളുടെ മേലുള്ള തന്റെ വിവാഹ അവകാശവാദത്തിന്റെ ഒരു ഉറപ്പായിരുന്നു ആ ഡയലോഗ്. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. ഒരു സ്ത്രീയെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയും ഗൈനക്കോളജിസ്റ്റിനെ പണത്തിനായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്രൂരനും സങ്കീർണനുമായ ഒരു ചൂഷകന്റെ വേഷമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയും ഒരു അഭിഭാഷകനായി അഭിനയിക്കുന്നു. രാമുവിന്റെ അധികാര സാന്നിധ്യവും സൂക്ഷ്മമായ ഭീഷണിയും ഈ ചിത്രത്തിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ പരുന്ത്. അമാനുഷികമായ അർത്ഥതലങ്ങളുള്ള ഈ എ വിൻസെന്റ് ചിത്രത്തിൽ മോഹൻലാൽ ഒരു ബ്ലാക്ക് മാജിക് പ്രാക്ടീഷണറുടെ വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. തൻ്റെ മുൻ കാമുകിയെ തിരികെ നേടാൻ അയാൾ ബ്ലാക്ക് മാജിക്കിലേക്ക് തിരിയുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അയാൾ തനിക്കെതിരെ തിരിയുന്ന ദുഷ്ടശക്തികളുടെ ഒരു ചാലകമായി മാറുകയും ചെയ്യുന്നു. സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെ ഇരയായും അപകടകരമായ ശക്തികളുടെ ഒരു ഭയാനകമായ വ്യക്തിയായും മോഹൻലാൽ തൻ്റെ കഥാപാത്രത്തെ സമർത്ഥമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ശോഭരാജ്. ഇന്നത്തെ പ്രേക്ഷകർക്ക് രാഷ്ട്രീയമായി തെറ്റായി തോന്നുന്ന നിരവധി നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വിചിത്രമായ സിനിമയിലെ ചുരുക്കം ചില ആശ്വാസകരമായ ഘടകങ്ങളിൽ ഒന്നാണ് അധോലോക നായകനായി മോഹൻലാലിന്റെ അനായാസ പ്രകടനം. അമിതാഭ് ബച്ചന്റെ ഡോണിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിലെ പ്രധാന കഥാപാത്രം വഞ്ചകരായാലും എതിരാളികളായ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. ഒരു നിർവികാരകതയും ക്രൂരതയും കാണിക്കുന്നു. ഡോണിനെ പോലെ തന്റെ അധോലോക വലയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പോലീസ് നായകനുമായുള്ള സാമ്യമുള്ള ഒരാളെ നിയമിക്കുന്നതാണ് കഥാതന്തു. ഉയരങ്ങളിൽ. 1984 പുറത്തിറങ്ങിയ PK ജയരാജ് എന്ന മോഹൻലാലിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ചതും ഭയാനകവുമായ ഒരു വില്ലന്റെ ചിത്രീകരണങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നു. MT വാസുദേവൻ നായർ എഴുതി IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് മോഹൻലാൽ ഒരു ചെറുപ്പക്കാരനും അതിമോഹിയും ക്രൂരനുമായ ഒരു ബിസിനസ്സുകാരന്റെ വേഷമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തന്റെ കുറ്റകൃത്യങ്ങളിൽ പശ്ചാത്താപമില്ലായ്മയാണ് ജയരാജന്റെ നിർണായക സ്വഭാവങ്ങളിലൊന്ന്. ഹീനമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ളവനും ജീവൻ നഷ്ടപ്പെടുത്തുന്ന തെറ്റുകൾ ചെയ്യാൻ സഹപ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നതിനുമായ ഒരു മനുഷ്യനെ മോഹൻലാൽ ഫലപ്രദമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തെ ശരിക്കും കിടിലം പെർഫോമൻസ് നൽകാൻ കഴിയുന്ന വില്ലൻ സ്വഭാവമുള്ള ഒരു വേഷമായിരുന്നു. മോഹൻലാൽ മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നായകനായി മാറുകയായിരുന്നു. 80കളിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഉയരങ്ങളിൽ, ശ്രീകൃഷ്ണ പരുന്ത് തുടങ്ങിയ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് പ്രകടമാക്കുന്നവയായിരുന്നു. 80കളിലെ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ഉറച്ച സ്ഥാനം നേടിയ മോഹൻലാൽ 1986 രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. വില്ലൻ വേഷങ്ങളായാലും നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളായാലും അവയ്ക്ക് ലഭിക്കുന്ന കയ്യടി അദ്ദേഹത്തിന്റെ അഭിനയ മികവിന്റെ തെളിവാണ്.